ഉംറക്ക് വരുന്നവർ, അതിപ്പോൾ നമ്മൾ ജിദ്ദയിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്നവരായാലും സൗദിയിൽ നിന്ന് പല ഭാഗത്തു നിന്ന് വരുന്നവരായാലും നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പഴയ പോലെ ഒന്നുമല്ല. അവിടുത്തെ പുരോഗമന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് നവീകരിച്ച രീതിയിലുള്ള ചില സംവിധാനങ്ങളുണ്ട്. പക്ഷെ നമുക്കൊക്കെ ചില പ്രയാസം സൃഷ്ടിക്കും അതൊക്കെ. ഞാൻ 2 ദിവസം മുമ്പ് മക്കത്ത് പോയപ്പോൾ നേരെ നമുക്ക് ഹറമിൻ്റെ മുമ്പിലേക്കൊന്നും പോകാനുള്ള റോഡുകളൊക്കെ അടച്ചിട്ടുണ്ട്. ഷാറ മൻസൂറിൽ നിന്ന് ആളുകളെ പല വണ്ടിക്കാരും ഇറക്കി വിടുന്നുണ്ട്. അവിടെ നിന്ന് നടന്ന് പോകണം, കുറച്ച് നടക്കാണ്ടല്ലോ, പ്രായമുള്ള ആളുകൾക്ക് പ്രയാസമാണ്. ഞങ്ങളെ വണ്ടി വലത്തോട്ട് തിരിഞ്ഞ് ഗസയിൽ കൊണ്ട് ഇറക്കി അവിടുന്ന് വീണ്ടും ആ ഇത്തിഹാദിൻ്റെ മുമ്പിലേക്ക് റോഡിലൂടെ തന്നെ വരണം. ഹറമിൻ്റെ പല ഭാഗത്തേക്കൂടെ കടക്കണ പരിപാടിയൊന്നും ഇപ്പം ഇല്ല. ഇത്തിഹാദ് ബിൽഡിങ്ങിൻ്റെ മുമ്പിലുള്ള നമ്മുടെ ദഫ മദനിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഒഴിവിലൂടെ എല്ലാവരും കൂടി ഒന്നിച്ച് കയറ്റുകയാണ്. വേറെ ചില ഭാഗത്തൊക്കെ വഴികളുണ്ട്, അത്രയും ഭാഗം നടന്ന് വരണം. പിന്നെ അവിടുന്ന് കയറി ഉംറക്ക് പോകുന്നവർക്ക് പിന്നെ ഈ 79-ാം വാതിലുണ്ടല്ലോ, അവിടേക്ക് വരണമെങ്കിൽ വീണ്ടും ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിലൂടെയൊക്കെ നടന്ന് വരണം, ഒരുപാട് പ്രയാസങ്ങളാണ്. അപ്പോൾ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രായമുള്ള ആളുകൾക്കൊക്കെ ഇപ്പോഴത്തെ ഉംറയൊക്കെ വളരെ പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹജ്ജും ഉംറയൊക്കെ നിർബന്ധമാക്കിയ കൂട്ടത്തിൽ ആരോഗ്യവും സമ്പത്തൊക്കെ നിർബന്ധമാണെന്ന് പറയാൻ കാരണം. പക്ഷേ പല ആളുകളും പ്രയാസപ്പെടുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ജിദ്ദയിൽ നിന്നും ഉംറക്ക് പോയ ആളുകളുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ടാക്സിയിൽ കയറുമ്പോൾ പ്രത്യേകം അവരോട് പറയണം. പ്രത്യേകിച്ച് രാത്രിയൊക്കെ വരികയാണെങ്കിൽ, രാത്രി സമയത്തൊക്കെയാണ് പ്രത്യേകിച്ച് നമ്മൾ മഗ്‌രിബിൻ്റെ ശേഷമൊക്കെ ഇവിടെ എത്തുമ്പോൾ ഇരുട്ടാവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരോട് ഷർഫിയയിൽ പോകണം, ഷർഫിയയിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞ് അവിടെ അവരെ വണ്ടി കയറിയിരിക്കണം. പറഞ്ഞ പൈസ ഒരു കിലോ 2 കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞാൽ ഇരുട്ടാണ്, അവിടെ ഒരു വെളിച്ചമില്ല. അവിടുന്ന് റോഡിൽ വന്ന് നിന്ന് പോണ ബസ്സുകൾ നിൽക്കുന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ കിലോ 2 വന്ന് ഇറങ്ങിയത്. പക്ഷേ അവിടുന്ന് ആ ഒരു ഇരുട്ട് ഭാഗത്ത് ബസ്സുകളൊന്നും നിർത്തുന്നില്ല, കൈ കാണിച്ചു നിർത്തുന്നില്ല. അവരവരുടെ സ്റ്റോപ്പിലും ഷർഫയിലും മാത്രമേ നിർത്തുന്നുള്ളൂ. അതുകൊണ്ട് അവിടുന്ന് ടാക്സിയിൽ കയറുന്ന ആളുകൾ പ്രത്യേകം അവരോട് പറയണം ഷർഫയിൽ ഇറക്കി തരാൻ. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ടാൽ ഒഴിവായി